ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയോട് എത്രയും വേഗം തന്നെ അച്ഛനെ ഇവിടെ നാട്ടിലെത്തിക്കണം, നിൻ്റെയും കൂടി വർഷയുടെ താലി മാറ്റി ചടങ്ങ് അതിൽ നിൻ്റെയും കൂടി നടത്തണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പം ശ്രുതി ആകെ കുഴഞ്ഞു പോകുന്നുണ്ട്. എന്തായാലും ശ്രുതി നുണ പറയുകയാണ്. എന്തായാലും അച്ഛൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതേ സമയത്ത് ശ്രുതിക്ക് ആകെ വല്ലാത്ത ടെൻഷനാവാണ്. കാര്യങ്ങളൊക്കെ മീരയോട് പറയുന്നുണ്ട്. എവിടുന്നെങ്കിലും കുറച്ച് പൈസ അറേഞ്ച് ചെയ്യണം, കാരണം ഈ ചടങ്ങൊക്കെ നടത്താനായിട്ട് ഒരുപാട് പൈസ ആവശ്യമുണ്ട് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ മീര പറയുന്നുണ്ട്, നിൻ്റെ ഉണ്ടാവുമെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഒരു 10,000 രൂപയോ ഞാൻ റെഡിയാക്കി തരാടി, അതിൽ കൂടുതലൊന്നുമില്ല, ഉണ്ടായിരുന്ന പൈസ മുഴുവൻ ചിലവായിപ്പോയി എന്ന് മീര പറയുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അമ്മയുടെ കയ്യിലെങ്ങാനും ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കണം എന്നും പറഞ്ഞ് ബ്യൂട്ടി പാർലറിൻ്റെ അകത്താണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് അമ്മയെ വിളിക്കുന്നുണ്ട്, അതായത് ശ്രുതിയുടെ സ്വന്തം അമ്മയെ വിളിക്കുകയാണ്. അപ്പം അമ്മ എന്താ മോളെ കല്യാണി വിശേഷങ്ങളൊക്കെ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത്, അതെ ഇവിടെ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്, വർഷയുടെ താലിമാറ്റി കെട്ട് ചടങ്ങ് നടക്കുകയാണ്. അപ്പം ആ ഒരു ചടങ്ങിൽ എൻ്റെതും കൂടി നടത്തണമെന്നാണ് എൻ്റെ അമ്മായിമ്മ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അതെന്തായാലും ഒരു നല്ല കാര്യമാണ്. ഞാനും മനസ്സിൽ വിചാരിച്ചിരിക്കുകയായിരുന്നു മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ചടങ്ങ് നടന്നില്ലല്ലോ എന്ന്. അപ്പോൾ ആ സമയത്ത് അമ്മേ അതൊക്കെ നടത്താം, പക്ഷെ ഒരുപാട് പൈസ ഒക്കെ വേണ്ടി വരും, അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അപ്പോൾ മോളുടെ കല്യാണത്തിനോ എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല, ഇതിനെങ്കിലും പങ്കെടുക്കാൻ പറ്റുമോ എന്ന് അമ്മ ചോദിക്കുമ്പോൾ അമ്മ എന്തറിഞ്ഞിട്ടായി ചോദിക്കണം, അങ്ങനെയൊക്കെ പങ്കെടുക്കാൻ പറ്റുമോ അമ്മേ എന്നിങ്ങനെ പറയാണ് ശ്രുതി. അപ്പോൾ ആ സമയത്ത് മോള് വിഷമിക്കാതിരിക്കും, അമ്മ എങ്ങനെയെങ്കിലും ഒരു ഗോൾഡ് ഇവിടെ ഇരിക്കുന്നുണ്ട്, അത് ഞാൻ പണയം വെച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ വിറ്റിട്ടോ മോൾക്ക് അത് ഉള്ള പൈസ ഞാൻ എത്തിക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ ഉറപ്പാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ മോള് വിഷമിക്കാതിരിക്കുക എന്നിങ്ങനെ മറുപടി പറയുന്നുണ്ട്. എന്തായാലും അമ്മ കൊടുത്ത വാക്കിൽ ശ്രുതി അങ്ങനെ ആശ്വാസം കാണുകയാണ്. അങ്ങനെ ശ്രുതിയുടെ അരികിലേക്കായിട്ട് അമ്മ പെട്ടെന്ന് തന്നെ എത്തുകയും ചെയ്യുന്നുണ്ട്. ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിലേക്കാണ് വരുന്നത്. അപ്പോൾ അവിടുത്തെ ലേഡി സ്റ്റാഫ് വന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട്, ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ പേര് പറയുകയാണ്. പേര് പറഞ്ഞ ഉടനെ തന്നെ ശ്രുതി വേഗം തന്നെ ചെന്ന് പുറത്തു നിൽക്കുന്ന തൻ്റെ അമ്മയെ അകത്തേക്ക് കൊണ്ടുവരികയാണ്. അമ്മോട് ആരാ ഇവിടേക്ക് വരാൻ പറഞ്ഞത്, ഇവിടെ എങ്ങനെ വല്ലവരും വന്ന് കണ്ടു കഴിഞ്ഞാലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ മോൾ പൈസ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തരാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുകയാണ്. അങ്ങനെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ, ഒരുപാട് പൈസയുണ്ട്, അതെടുത്തു കൊടുക്കുകയാണ്. അപ്പം ചോദിക്കുന്നുണ്ട് ശ്രുതി, അമ്മയ്ക്ക് എവിടെ നിന്ന് ഇത്ര അധികം പൈസ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു ഗോൾഡ് ഉണ്ടായിരുന്നു, അത് ഞാൻ വിറ്റതാണെന്ന് പറയുന്നുണ്ട്. അത്ര വലിയ വിലപിടിപ്പുള്ള ഗോൾഡ് എന്താ അമ്മയുടെ കയ്യിലുണ്ടായിരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് വീണ്ടും ശ്രുതി. അപ്പം ആ സമയത്ത് നീ ദേഷ്യപ്പെടുമെന്നൊന്നും എനിക്കറിയില്ല, ഇത് നിൻ്റെ മാല തന്നെയാണെന്ന് പറയുന്നുണ്ട്. അപ്പം എൻ്റെ മാലയോ എന്ന് ചോദിക്കണം. അതേ, നീ ആദ്യം കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അയാൾ കെട്ടിയ താലി, അത് കല്യാണ ബന്ധങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചെങ്കിലും ആ താലിമാല ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതെൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതാണ് ഞാനിപ്പോൾ വിറ്റ് നിനക്ക് ഈ പണവുമായിട്ട് വന്നത് എന്ന് പറയുമ്പോൾ ശ്രുതി പെട്ടെന്ന് ആ കൈകളൊന്ന് വിറയ്ക്കുന്നുണ്ട്, കയ്യിലിരിക്കുന്ന കാശ് കണ്ടിട്ട്. അപ്പോൾ അവൾ പറയുകയാണ്, ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണല്ലോ പിന്നെയും എൻ്റെ മുന്നിലേക്ക് ഓർമ്മയായിട്ട് വരുന്നത് എന്ന് പറയുന്നുണ്ട്. നീ അതൊക്കെ വിട്, അതൊന്നും സാരില്ല, നീ ഇപ്പം കാര്യങ്ങൾ നടത്തി പൈസ കൊണ്ട് എന്ന് പറയുന്നുണ്ട് അമ്മ. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രമതി പാർലറിലേക്ക് വരികയാണ്. അങ്ങനെ ചന്ദ്ര വരുമ്പോൾ പെട്ടെന്ന് അകത്തേക്ക് കടക്കാൻ നിൽക്കുമ്പോൾ അവിടുത്തെ സ്റ്റാഫ് തടഞ്ഞിട്ട് പറയുന്നുണ്ട്, മേഡം അവിടെ ഒന്ന് നിൽക്ക്, ആരെ അങ്ങനെ ഉള്ളിലേക്ക് വിടാൻ പറ്റില്ല, ഞാൻ ചെന്ന് മേഡത്തിനോട്, അതായത് ശ്രുതി മേഡത്തിനോട് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് സ്റ്റാഫ് അങ്ങനെ പോകാൻ നിൽക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഇത് എൻ്റെ മരുമകളുടെ ബ്യൂട്ടി പാർലറല്ലേ, പിന്നെന്താ എനിക്ക് പോയാലും എനിക്കങ്ങനെ ചോദിക്കൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ അല്ല മേഡം എന്നെ ചീത്ത പറയുന്നു, മേഡം ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ അകത്ത് ചെന്നിട്ട് ശ്രുതിയോട് ആ ഒരു സ്റ്റാഫ് ചെന്ന് പറയുകയാണ്, ഒരാൾ കാണാൻ വന്നിട്ട്. അപ്പോൾ ആരായാലും ഇപ്പോൾ കാണാൻ പറ്റില്ല എന്ന് ശ്രുതി പറയുമ്പോൾ മേഡത്തിൻ്റെ അമ്മായിമ്മയാണെന്ന് പറയുമ്പോൾ അവരെഴുതി ഇങ്ങോട്ട് വന്നത് വല്ലാത്ത ഇതായാലും എന്തായാലും നീ പൊക്കോ എന്ന് പുറത്തേക്ക് പോയി അവരെ അവിടെ തന്നെ പിടിച്ചു നിർത്തി കുറച്ച് സമയം ഞാൻ പറഞ്ഞിട്ട് ഇങ്ങോട്ട് അകത്തേക്ക് വിട്ടാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പം ശരി മേഡം എന്ന് പറഞ്ഞ് വിജയോട്, അതായത് നമ്മുടെ
ചന്ദ്രയോട് കാര്യങ്ങളൊക്കെ പറയണം. ചന്ദ്രയോട് പറയുന്നുണ്ട്, ഇവിടെ തന്നെ നിൽക്ക്, മേഡം വരുമ്പോൾ മേഡം പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ചന്ദ്ര. അതേ സമയത്ത് അകത്താണെങ്കിൽ തൻ്റെ അമ്മ അകത്തുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, അമ്മയെ എന്ത് ചെയ്യും? അപ്പം അമ്മ ചോദിക്കുന്നുണ്ട്, ഇതിലെ പുറകിലൂടെ എങ്ങാനും വല്ല ഡോറുണ്ടോ മോളെ എന്ന് ചോദിക്കുമ്പോൾ ആ പുറകിലൂടെ അല്ല ഡോറുള്ളത്, ഇതുകൊണ്ടാണ് ഞാൻ അമ്മയോട് പറഞ്ഞത് എൻ്റെ അരികിലേക്ക് വരരുത്, ഇനിയിപ്പോൾ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നും പറഞ്ഞ് അങ്ങനെ ആകെ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ അതേ സമയത്ത് ചന്ദ്രയാണെങ്കിൽ ദേഷ്യം വന്നിട്ട് എത്ര നേരം എന്ന് വെച്ചിട്ട് എങ്ങനെ കാത്തു നിൽക്കാം എന്നും പറഞ്ഞിട്ട് അവള് ഫ്രണ്ടിലൂടെ പോവാണ്ട് വേറൊരു ഭാഗത്തു കൂടെ തിക്കി കയറി അവരൊന്നും പറഞ്ഞിട്ട് നിൽക്കാതെ അവൾ അങ്ങനെ അകത്തേക്ക് തള്ളി കയറുകയാണ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ ശ്രുതി അമ്മയായിരുന്നു, അശ്ശോ ആൻറ്റി ആയിരുന്നു, അത് ഞാൻ അറിഞ്ഞില്ല, ആൻറ്റി ആണെങ്കിൽ പിന്നെ എന്തിനാ അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചത്, ഇങ്ങോട്ട് പറഞ്ഞു വിടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അഭിനയിച്ച് തകർക്കാണ്. അപ്പം നമ്മുടെ ശ്രുതിയുടെ അമ്മയെ അവിടെ ഇരുത്തിയിരിക്കുകയാണ്. അതായത് ബ്യൂട്ടി പാർലർ മുഖത്ത് ഫേഷ്യലൊക്കെ ചെയ്ത്, അതായത് മുഖത്ത് ഇങ്ങനെ ഓരോന്നൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ആരാണെന്ന് അറിയാൻ പറ്റാത്തൊരു രീതിയിൽ അങ്ങനെ കിടത്തിയിരിക്കുകയാണ്. കണ്ണിലാണെങ്കിൽ 2 വെള്ളരിയും എടുത്ത് അങ്ങനെ കണ്ണിലും വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, ഇത് ഇവിടെ വരാറുള്ള സ്ഥിരം കസ്റ്റമർ ആണോ മോളെ എന്ന് ചോദിക്കുമ്പോൾ അതെ ഇങ്ങനെ നമ്മുടെ ശ്രുതി പറയാണ്. അപ്പോൾ ആ സമയത്ത് എന്തായി മോളുടെ അച്ഛൻ വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ വരും, എന്തായാലും വരും, ചടങ്ങിന് എത്താന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതാണ്, അച്ഛന് മോളോട് സ്നേഹമുണ്ട്, എന്തായാലും മോളുടെ അമ്മയല്ലേ മരണപ്പെട്ടു പോയിട്ടുള്ളത്, ആ പാവം, അത് പാതി ജീവിതം കഴിഞ്ഞ് അത് മരിച്ചുപോയി എന്ന് പറയുമ്പോൾ ഇതൊക്കെ കേട്ടിരിക്കുന്ന ശ്രുതിയുടെ അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഇങ്ങനെ വരികയാണ്. അപ്പോൾ ആ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, ഇതേ അവരുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അത് വെള്ളരിയുടെ നീരാണ് ആൻറ്റി, അല്ലാതെ വേറെ ഒന്നുമല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം ആ സമയത്ത് മോളുടെ 2ാനമ്മ വരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇല്ല, അവർ വരില്ല എന്ന് പറയുന്നുണ്ട്. അതെന്തായാലും നന്നായി, കാരണം ഇനിയിപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ എല്ലാവരോടും കാണുന്നവരോടും വരുന്നവരോടൊക്കെ ആ ഒരു കാര്യം പറയേണ്ടി വരുമല്ലോ, അതുകൊണ്ട് അത് വരാതിരിക്കാൻ നല്ലത് എന്നിങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രുതി ആ പൈസ എടുത്തിട്ട് ചന്ദ്രയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ്, ഇതാ ആൻറ്റി ചടങ്ങുകൾ നടത്താനുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള പൈസയാണ് ഇതെന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. മോൾക്ക് ഇത്ര വേഗം പൈസ കിട്ടിയോ? അപ്പോൾ ഉവ്വ എന്ന് പറയുന്നുണ്ട്. കണ്ട, ഇപ്പം മനസ്സിലായില്ലേ മോളുടെ അച്ഛനും മോളോട് സ്നേഹമുണ്ടെന്ന്, അതുകൊണ്ടല്ലേ ഇത്ര പെട്ടെന്ന് പൈസ അയച്ചു തന്നത്. പിന്നെ മോൾക്കും ശ്രുതിക്കും എല്ലാവർക്കുള്ള ഡ്രസ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, ഞാനും ശ്രുതിയും പോയി എടുത്തായിരുന്നു എന്നിങ്ങനെ ചന്ദ്ര പറയാണ്. അങ്ങനെ ചന്ദ്ര നല്ല സന്തോഷത്തിലാണ്, ആ പൈസ കിട്ടിയ സന്തോഷം. എന്നാ ശരി മോളെ എന്ന് പറയുമ്പോൾ അപ്പം അതിൻ്റെ ഇടയിൽ ചന്ദ്ര പറയുന്നുണ്ട്, എന്താ ആൻറ്റി ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ അതെ എന്തായാലും ചടങ്ങുകളൊക്കെ നടക്കാൻ പോകില്ല, അപ്പോൾ ഓടി നടന്നിട്ടൊക്കെ വല്ലാതെ ക്ഷീണം, എനിക്ക് എന്തോ മേലൊക്കെ നല്ല വേദനയുണ്ട്, ഒന്ന് ശരീരം ഒന്ന് മസാജ് ചെയ്ത് തന്നെ മോൾ, അതിനെയാണ് ഇങ്ങോട്ട് ഞാൻ വന്നത് എന്ന് പറയുമ്പോൾ അയ്യോ അത് ഇവിടെ വേണ്ട ആൻറ്റി, കാരണം ഇവിടെ എന്താ ശരിയാവില്ല, ആൻറ്റി എന്തായാലും വീട്ടിലേക്ക് പോകും, ഞാൻ വീട്ടിലിരുന്ന് സമാധാനമായിട്ട് ഞാൻ ചെയ്തു തരാം ആൻറ്റിക്ക്, അവിടെയല്ലേ സുഖം എന്നും പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പറഞ്ഞയക്കുന്നത്. അങ്ങനെ നമ്മുടെ ചന്ദ്ര ആ കവറൊക്കെ തുറന്ന് പൈസ ഒക്കെ പുറത്തേക്ക് എടുത്തിട്ട് നല്ല സന്തോഷത്തിലാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അതേ സമയത്ത് ശ്രുതിയുടെ അമ്മ, ചന്ദ്ര പോയതിന് ശേഷം ശ്രുതിയുടെ അമ്മ അവിടെ നിന്ന് എഴുന്നേൽക്കാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ അമ്മയ്ക്ക് വിഷമായോ എന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതി. അപ്പോൾ ആ സമയത്ത് ഇല്ല മോളെ എന്നും പറഞ്ഞ് ഞാൻ എന്തായാലും മുഖം കഴുകിയിട്ട് വീട്ടിലോട്ട് പോവുകയാണെന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ് ശ്രുതിയുടെ അമ്മ. നല്ല സങ്കടപ്പെട്ട് തന്നെയാണ് പോകുന്നത്. എന്തായാലും ചടങ്ങുകളൊക്കെ എന്താകും, അവിടെ എന്താണ് നടക്കാൻ പോകുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് അടുത്ത റിവ്യൂവിൽ പറയാട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.